ദൈവം തമ്പുരാനെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരാ. ലൈറ്റിന്റെ സ്പീഡ് അറിയത്തില്ല. എത്ര 3 ഇൻറ്റു 10⁻⁸. അതറിയാം. അത് പറഞ്ഞപ്പോ 8 വരെ പറയാൻ അറിയാം. ശരി. പിന്നെ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പഠിച്ചതല്ലേ? എത്ര പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഓർമ്മയുണ്ടോ? ഇവനെല്ലാം 1 പോയിന്റ് ആണല്ലോടാ. എല്ലാം 1 പോയിന്റ് ആണോ? ഇപ്പൊ 6 ആയി. അത്രയിലും വ്യത്യാസമുണ്ട്. ശരി, പോട്ടെ. എന്തായാലും ആയിക്കോട്ടെ. 6.6 സംതിങ് ഇൻറ്റു 10⁻⁻² മൈനസ് വലിയൊരു വാല്യൂ ഒക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ എഴുതിയേക്കുന്ന ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ പഠിക്കുന്ന ബേസ് ബൈനറി ആട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള റിയൽ നമ്പേഴ്സിനൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈനറിയാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് ഡെസിമൽ പോയിന്റ് നമ്മുടെ അല്ലെങ്കിൽ റാഡിക്സ് പോയിന്റ് നമുക്ക് ആദ്യം ഫിക്സഡ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ റിയൽ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പൊ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ ഉണ്ട്, ഒരു റിയൽ നമ്പർ 6.5. ഒരു നമ്പർ 6.5 എന്ന് പറയുന്ന നമ്പർ. ഈ നമ്പറിനെ എനിക്ക് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാ. 6ന്റെ കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കും. അത് നമുക്ക് അറിയാം, വേണമെങ്കിൽ ചെയ്യാം. 0.5ന്റെ കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കും. അത് രണ്ടുകൂടെ ഒരുമിച്ച് എഴുതും. ഇങ്ങനെയല്ലയോ നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരുന്നേ 6.5ന്റെ? ആണോ? അത് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ച എങ്ങനെ? ബൈനറിയുടെ കേസിൽ വരുമ്പോൾ നമ്മുടെ പോയിന്റ് ഒരു ഡെസിമൽ റാഡിക്സ് പോയിന്റ് ഉണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് 1 അല്ലെങ്കിൽ 2⁻0, 2⁻1, 2⁻2, 2⁻3 എന്ന് പറഞ്ഞ് പൊക്കോണ്ടിരിക്കും. റൈറ്റിലേക്കോ 1/2, 1/4, 1/8 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ 1/2⁻1, 1, 2⁻2, 2⁻3 ഓർമ്മയുണ്ടോ? ഇങ്ങനെ പഠിച്ച സാധനം ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എത്ര? ഇപ്പം ഫോർ എക്സാമ്പിൾ 1, 2, 4, 8 ഇങ്ങനെ പോകും. ഇവിടെ വരുമ്പോൾ എന്ത് വരും? പോയിന്റ് കഴിഞ്ഞ് ഇപ്പുറത്ത് എന്ത് വരും? 0.5, 0.25, 0.125 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓർമ്മയുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 6.5നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്തുവാ? 6 വരണമെങ്കിൽ 4 2 വലിയ കൂട്ടിയാ വരണ്ടേ? അപ്പൊ 6 കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി വരണേ എന്തുവാ? 8 വേണ്ട, 0. 4 വേണം, 2 വേണം, 1 വേണ്ട, 0, 1 1 0. എനിക്ക് വേണ്ടത് 0.5 ആ. 0.5 എന്ന് പറയുമ്പോൾ ഈ 0.5ന്റെ അവിടെ എന്ത് കൊടുക്കണം? ഞാൻ 1 കൊടുക്കണം. ബാക്കിയുള്ളിടത്ത് വല്ലതും കൊടുക്കണോ? വേണ്ട. അങ്ങോട്ടുള്ള ഒന്നും ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ 6.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്തുവാ? 0 1 1 0 1 0 0 0. ഇതല്ലയോ? നടുക്ക് മിഡിലില് ഒരു ബൈനറി പോയിന്റിങ് കൊടുത്താൽ ഒരു ഡെസിമൽ പോയിന്റ് റാഡിക്സ് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് എന്റെ എന്ത് 6.5ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മൾ പഠിച്ചതാ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ കാര്യങ്ങൾ പിള്ളേരെ? ഉണ്ട്. ഈ പഠിച്ചതിനകത്ത് ഈ റെപ്രസെന്റേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഫിക്സ്ഡ് പോയിന്റ് റെപ്രസെന്റേഷൻ. കാരണം നമ്മൾ ഈ മിഡിൽ അല്ലെങ്കിൽ ഏതൊരു പൊസിഷനിൽ ഈ പോയിന്റ് റാഡിക്സ് പോയിന്റ് ഡെസിമൽ പോയിന്റ് ഫിക്സ്ഡ്, അത് നമ്മൾ മാറ്റുന്നില്ല. മനസ്സിലായോ? ഈ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഗുണം അല്ലെങ്കിൽ ഗുണത്തിനേക്കാളും കൂടുതൽ ചെയ്യുന്ന ദോഷമാണെങ്കിലും എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേറൊരു നമ്പർ, ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു നമ്പർ പറഞ്ഞു. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇപ്പോ എത്ര 10.75. ഇതിനെ നമുക്ക് എങ്ങനെ ബൈനറിൽ റെപ്രസെന്റ് ചെയ്യാം? 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്തുവാ? 4 ബിറ്റ്. മൊത്തം നമ്മൾ 8 ബിറ്റിലാണ് വർക്ക്. ഇപ്പൊ നമ്മൾ 8 ബിറ്റിലായത് വർക്ക് ചെയ്യുന്ന വിചാരിച്ചാൽ മൊത്തത്തില് 4 ബിറ്റ് ഈ ഹോൾ പോയിന്റിനും 4 ബിറ്റ് നമ്മുടെ ഡെസിമൽ പോയിന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നെങ്കിൽ നമുക്ക് മൊത്തം 8 ബിറ്റ് ഉണ്ട്. 10നെ 4 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. 0.75നെ 4 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. 10ന്റെ 4 ബിറ്റുള്ള വാല്യൂ എത്രയാ ബൈനറി? 10ന്റെ 4 ബിറ്റ് വാല്യൂ എത്രയാ? 1010. ഇനി 0.75 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ചെയ്യാൻ പല വഴികളുണ്ട്. 0.75 ഇൻറ്റു 2 ചെയ്യുക, കിട്ടുന്നിടത്ത് 1 എടുക്കുക, പിന്നെ മൾട്ടിപ്ലൈ, അങ്ങനെ പോവാ. എങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്തുവാണ് ആദ്യത്തെ നമ്മളൊരു പോയിന്റ് കഴിഞ്ഞ് വാല്യൂ എഴുതുമ്പോൾ എന്തുവാണ് ആദ്യം വരുന്നത്? പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് 0.5, 0.25, 0.125, പിന്നെ 0.0625 ഇങ്ങനെ ഒരു 4 അക്കങ്ങളെങ്കിലും 4 പൊസിഷനിൽ അക്കങ്ങളെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇതിനകത്തുനിന്ന് 0.75 കിട്ടണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യണം? 0.5ഉം 0.25 കൂട്ടിയാൽ പോരെ? എനിക്ക് 0.75 കിട്ടണമെങ്കിൽ 0.5ഉം 0.25 കൂടെ കൂട്ടിയാൽ പോരെ? അപ്പം ഇതും 1 ഇതും 1 ഇത് രണ്ടും 0 ആയാൽ എനിക്ക് ഇതിന്റെ ടോട്ടൽ വാല്യൂ എത്രയായിരിക്കും? 0.75 ആയിരിക്കത്തില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് 10.75 വേണം. എന്തോ എഴുതിയാൽ മതി? 1010 പോയിന്റ് ഇവിടെ കിട്ടിയ എന്തോ 1100 1100
00. ടോട്ടൽ 8 ബിറ്റ് നോക്കുവാണെങ്കിൽ ഇതാണല്ലോ എന്റെ 10.75ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ. ഡൗട്ട് ഒന്നും ഇല്ലേ? ഉണ്ടോ? ഇല്ല. ഇനി ഇതിനകത്ത് നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഡെസിമൽ നമ്മുടെ റാഡിക്സ് പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ്. ഇവിടെ ഇപ്പം ലെഫ്റ്റിലോട്ടും 4 റൈറ്റിലോട്ടും 4. ഈ ലെഫ്റ്റിലോട്ടുള്ള പോയിന്റിന് റാഡിക്സ് പോയിന്റോ ഡെസിമൽ പോയിന്റോ ലെഫ്റ്റിലോട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ റാഡിക്സ് പോയിന്റ് ഓർ ഡെസിമൽ പോയിന്റ്, അതാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ നമ്പറിന്റെ റേഞ്ച് ഓഫ് ദി നമ്പർ, എത്ര വരെയുള്ള നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നോ അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നതോ ആരാണ്? റാഡിക്സ് പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ബിറ്റുകളാണ്. ഇത് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലുള്ള റാഡിക്സ് പോയിന്റ് റൈറ്റ് സൈഡിലുള്ള 4 നമ്പറുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ പറഞ്ഞോ. സിജിനകത്തുണ്ടല്ലോ, കേറിയല്ലോ, ഞാൻ അഡ്മിറ്റ് ചെയ്തായിരുന്നല്ലോ. അവനകത്തുണ്ടാ, നമ്മുടെ ഇതിനകത്തുണ്ട്, താഴെയുണ്ട്, കാണുന്നതിനകത്തുണ്ട്, അനക്കമല്ലെന്നേ ഉള്ളൂ. അഡ്മിറ്റ് ചെയ്തതാ. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോ റാഡിക്സ് പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിലെ നമ്പർ ഓഫ് ബിറ്റുകൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും? നമ്മുടെ നമ്പറിന്റെ റേഞ്ചിനെ ഡിറ്റർമൈൻ ചെയ്യും. റാഡിക്സ് പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ ഉള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും? നമ്മുടെ നമ്പറിന്റെ ആക്യുറസിയെ ഡിറ്റർമൈൻ ചെയ്യും. എങ്ങനെയെന്ന് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഒരു 8 ബിറ്റ് വാല്യൂ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 ബിറ്റ് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 8 ബിറ്റില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ നടുക്കല്ല, 4 4 ഡിവൈഡ് ചെയ്യാതെ ഞാനിപ്പോ 1 2 3 4 5 6 7 7 ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിൽ ഇട്ടത് വിചാരിച്ചു. അതായത് 1 2 3 4 5 6 7 ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിൽ ഇട്ടു. ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഓഫ് ബിറ്റുകൾ എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും? റേഞ്ച് ഓഫ് ദി നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്പർ ഓഫ് ഇത്രയും 7 ബിറ്റ് ഉണ്ടെങ്കിൽ എത്ര പോസിബിൾ കോമ്പിനേഷൻ എനിക്കുണ്ട്? 7 ബിറ്റ് ഉണ്ടെങ്കിൽ എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചതാ. നമ്പർ ഓഫ് ബിറ്റും നമ്പർ ഓഫ് പോസിബിൾ കോമ്പിനേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഇഫ് n ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ദെൻ 2n ഈസ് ദി നമ്പർ ഓഫ് പോസിബിൾ കോമ്പിനേഷൻസ്. ആണോ? അങ്ങനാണെങ്കിൽ എന്റെ ഇവിടെ 7 ആണ് എന്റെ നമ്പർ ഓഫ് ബിറ്റുകളെങ്കിൽ എനിക്ക് ടോട്ടൽ പോസിബിൾ കോമ്പിനേഷൻ എത്രയായിരിക്കും? 2⁻7. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? അറിയേണ്ടതാണ്, 127. അതായത് എന്റെ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് എത്രമാത്രം ബിറ്റ് കൂടിയോ, എനിക്കിപ്പം 7 ബിറ്റ് കൊടുത്തപ്പോൾ എനിക്ക് എത്ര വാല്യൂ റെപ്രസെന്റ് ചെയ്യാം? 127 വാല്യൂസ് വരെ. 127 വരെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ 2⁻7 128 ആണ്. 0 to 127 വരെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലേ? അതേസമയം റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കേ, എത്ര ബിറ്റേ ഉള്ളൂ? ഒറ്റ ബിറ്റേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ മാക്സിമം എനിക്ക് കാണിക്കാൻ പറ്റുന്ന വാല്യൂ എത്രയാ? 0.5 അല്ലേ? 0.25 എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, 0.625 125 എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, 0.0625 കാണിക്കാൻ പറ്റില്ല, ഒന്നും പറ്റത്തില്ല. എനിക്ക് എന്ത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ? 0.5 മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ശരിയാണോ ഞാൻ പറഞ്ഞേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ബിറ്റ് കൂടിയ 7 ആയപ്പോ എനിക്ക് 0 മുതൽ 127 വരെയുള്ള വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഒറ്റ ബിറ്റ് ഉള്ളായിരുന്നുകൊണ്ട് നമുക്ക് എന്തിനെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ? 0.5 എന്നുള്ള വാല്യൂവിനെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായേ? ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ഇങ്ങോട്ട് മാറ്റി നോക്കിക്കേ. അതായത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ 1 ബിറ്റും റൈറ്റ് സൈഡിൽ 7 ബിറ്റും 1 2 3 4 5 6 7 ഇനി ഞാൻ നോക്കിക്കേ, ഇട്ട് കൊടുത്തൊന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സൈഡിൽ എത്ര ബിറ്റ് ഉണ്ട്? 1. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാക്സിമം ടോട്ടൽ പോസിബിൾ കോമ്പിനേഷൻ എത്രയാ? 2:1. എത്രയേ ഉള്ളൂ? 2 കോമ്പിനേഷനല്ലേ ഉള്ളൂ. അതായത് ഒന്നിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ അത് 1 ആവും. അപ്പൊ 0 അല്ലെങ്കിൽ 0 to 1 എന്നുള്ള 2 കോമ്പിനേഷൻ അല്ലേ എനിക്ക് എവിടെ പറ്റുള്ളൂ? ഡെസിമൽ പോയിന്റിൽ ലെഫ്റ്റ് സൈഡ് പറ്റുള്ളൂ. ശരിയാണോ? അപ്പോ ഡെസിമൽ പോയിന്റിന്റെ റാഡിക്സ് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ ഓഫ് ബിറ്റ് കുറഞ്ഞപ്പോ എന്ത് കുറഞ്ഞു? എന്റെ നമ്പർ ഓഫ് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ബിറ്റുകളുടെ റേഞ്ച് കുറഞ്ഞു. അതിന്റെ വാല്യൂ, അതിന്റെ എണ്ണം ഏറ്റവും കൂടുതലായിരുന്നപ്പോ ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് റേഞ്ച് 0 മുതൽ 127 വരെയുള്ള വാല്യൂസിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എപ്പോഴാ? ഈ നമ്പറിന്റെ എണ്ണം കൂടിയപ്പോ. ഇതിന്റെ നമ്പറിന്റെ എണ്ണം കുറഞ്ഞ് 1 ആയപ്പോ എനിക്ക് ആകെ എത്ര എണ്ണത്തിന്? 2 എണ്ണത്തിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം റൈറ്റ് സൈഡ് നോക്കിക്കേ,
ഇവിടെ ഇപ്പൊ എത്ര ബിറ്റ് ഉണ്ട്? 7 എണ്ണം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്തിനുള്ളതാ? 0.5, രണ്ടാമത്തെ ഇതിനുള്ളതാ 0.25, മൂന്നാമത്തത് 0.125, നാലാമത്തത് 0.0625, അഞ്ചാമത്തെ അങ്ങനെ 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 പൊക്കോണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ 1.56253 എന്നൊക്കെ പറഞ്ഞ് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് എന്ത് പറ്റും? ഈ റൈറ്റ് സൈഡിലെ നമ്പർ ഓഫ് ബിറ്റ് കൂടിയാൽ പറ്റും. പക്ഷേ അതിന്റെ വാല്യൂവിന്റെ വലിപ്പം, റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ബിറ്റ് ലെഫ്റ്റ് സൈഡിൽ കുറഞ്ഞപ്പോ കുറഞ്ഞു. പക്ഷെ ആക്യുറസി എന്ത് ചെയ്തു? കറക്റ്റ് ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ഉള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഉള്ള നമുക്കൊരു വാല്യൂ കിട്ടി. അതിന്റെ റേഞ്ച് കുറഞ്ഞു. എപ്പോഴാ? റൈറ്റ് സൈഡിൽ കൂടി ലെഫ്റ്റ് സൈഡിൽ കുറഞ്ഞപ്പോൾ. അതേസമയം ലെഫ്റ്റ് സൈഡിൽ കൂടി റൈറ്റ് സൈഡിൽ കുറഞ്ഞപ്പോഴോ? ലെഫ്റ്റ് സൈഡിൽ കൂടിയപ്പോൾ റേഞ്ച് ഭയങ്കരമായിട്ട് കൂടി, പക്ഷെ ആക്യുറസി എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് കുറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു പോയിന്റിൽ നമ്മുടെ ഡെസിമൽ പോയിന്റ് ഫിക്സ് ആക്കി വെച്ചേക്കുവാണെങ്കിൽ ഉള്ള പ്രശ്നമാണ് വരുന്നത്. അതിന്റെ നമ്മുടെ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് റേഞ്ചിനെ ഡിറ്റർമൈൻ ചെയ്യും, റൈറ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും? ആക്യുറസി ഡിറ്റർമൈൻ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ടല്ല എങ്കിൽ ഒന്നുകിൽ നമുക്ക് റേഞ്ച് കുറയ്ക്കേണ്ടി വരും. ആക്യുറസി കൂട്ടണമെങ്കിൽ റേഞ്ച് കുറയ്ക്കണം, റേഞ്ച് കൂട്ടണമെങ്കിൽ ആക്യുറസി കുറയ്ക്കണം. ഈ രണ്ട് ഓപ്ഷനല്ലേ ഉള്ളൂ. നീ നമുക്ക് പോയിന്റ് ലെഫ്റ്റിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് മാറ്റാം. ലെഫ്റ്റിലോട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ റേഞ്ച് കുറയും, ആക്യുറസി കൂടും. റൈറ്റിലോട്ട് മാറ്റുവാണെങ്കിൽ റേഞ്ച് കൂടും, ആക്യുറസി കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഒരു ഫിക്സ്ഡ് പോയിന്റ് ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഫിക്സ്ഡ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ പിള്ളേര്? ശ്രീലക്ഷ്മി, ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇവിടെ ഉണ്ടോ എല്ലാരും? ശ്രീലക്ഷ്മി, ശരി, ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് പോയിന്റ് നമ്പർ. അടുത്ത സാധനം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ. ഇവിടെ ഇതിന്റെ ആവശ്യം വന്നതെന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മള് എല്ലാം ഡിജിറ്റൽ രീതിയിലേക്ക് നമ്മൾ ബൈനറി എല്ലാം വന്നപ്പോൾ നമുക്ക് വലിയ ലാർജ് നമ്പേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരും. വളരെ ലാർജ് നമ്പർ സ്റ്റോർ ചെയ്യേണ്ടി വരും, വളരെ സ്മോൾ നമ്പർ സ്റ്റോർ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? വളരെ ലാർജ് നമ്പർ സ്റ്റോർ ചെയ്യേണ്ടി വരും, വളരെ സ്മോൾ നമ്പർ സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയാം. അത് പിന്നെ വാല്യൂ എങ്ങനെ വരും? 3 × നമ്മൾ 3 × 10⁸ എന്ന് പറയാൻ കാരണം എന്തുവാ? 3 × 10⁸ നമ്മൾ പറയാൻ കാരണം എന്തുവാ? അല്ലെങ്കിൽ അത് എങ്ങനെ എഴുതണമായിരുന്നു? 3ഉം 1 2 3 4 5 6 7 8 ഇങ്ങനെ എഴുതണ്ടായിരുന്നോ? ശരിയാണോ? ഇത്രയും വലിയ വാല്യൂ എഴുതുന്നതിന് പകരമാണ് നമ്മൾ എന്തോ എഴുതിയത്? 3 × 10⁸ എന്ന് എഴുതി. ആണോ പിള്ളേരെ? ആണേ. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.62 × 10⁻⁻24 34 എന്ന് ചോദിച്ചു. 34. അങ്ങനെയാണെങ്കിൽ ഇതല്ലായിരുന്നെങ്കിൽ എങ്ങനെ എഴുതേണ്ടി വന്നേനെ? നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വന്നേനെ? പോയിന്റ് കഴിഞ്ഞിട്ട് 33 0 1 2 3 4 എന്ന് പറഞ്ഞ് 33 0 ഇട്ടിട്ട് എന്താ വന്നേനെ? 662 ഇങ്ങനെ വന്നേനെ. ശരിയല്ലയോ? മനസ്സിലായോ? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നോ? അപ്പോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത ഒരു സാധനം നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏതായിരിക്കും എളുപ്പം? അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് നടത്തണമെങ്കിൽ ഏതായിരിക്കും എളുപ്പം? ഇങ്ങനെ 3 8 0 കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കാൽക്കുലേഷനും റെപ്രസെന്റേഷൻ ചെയ്യുന്നതാണോ അതിനെ 3 × 10⁸ എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എളുപ്പം? ഏതെളുപ്പം? ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നല്ലേ? കാരണം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ വാല്യൂ ഇത്രയും 3 × 10⁸ അതിനെ നമുക്കൊരു 2.5 × 10⁸ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ വന്നേനെ? ഇതിന്റെ കൂടെ 2 5 1 2 3 4 5 6 7 ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ എളുപ്പം? അതോ 3 × 2.5 ചെയ്തിട്ട് 10⁸ ഇടുന്നതാണോ എളുപ്പം? ഏതെളുപ്പം? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്റ്റോർ ചെയ്യാൻ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് എളുപ്പം ഏതാ? ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇതൊരു തരത്തിൽ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഇത് ബൈനറി അല്ല, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, കേട്ടിട്ടില്ലെന്ന് പറയരുത്. എല്ലാവരും അടിമേടിക്കും. നമ്മൾ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പം 2 പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇറ്റ്സ് കോൾഡ് മാൻട്രിസ ആൻഡ് എക്സ്പോണന്റ്. കേട്ടിട്ടുണ്ടോ? ഉണ്ട് സാർ.
ഇത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ തല്ലി മേടിക്കും. മാൻഡിസ ആൻഡ് എക്സ്പോണന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 3 × 10⁸ എന്ന് പറഞ്ഞാൽ അതിൽ ഏതാ മാൻഡിസ, ഏതാ എക്സ്പോണന്റ്? ഇത് ബൈനറി അല്ല, ഡെസിമലിന്റെ കേസ് പറയാം. ഇതിനകത്ത് മാൻഡിസ ഏതാ, എക്സ്പോണന്റ് ഏതാ? 3 അല്ലേ? എന്ത്? മാൻഡിസ. 3 ആണ് മാൻഡിസ. 10⁻⁴ ബേസിന്റെ പവർ ആയിട്ട് വരുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്പോണന്റ്, ഇതിന്റെ പേര് മാൻഡിസ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഗുണം നമുക്ക് എന്തുവാണ്? എക്സ്പോണന്റ് അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എത്രമാത്രം സീറോസ് ഇടണമെന്നോ അല്ലെങ്കിൽ എവിടെ ഡെസിമൽ പോയിന്റ് ഇടണമെന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? അല്ലെങ്കിൽ ഇപ്പം 6.62 × 10⁻⁻34 എന്ന് പറഞ്ഞാൽ അല്ലായിരുന്നെങ്കിൽ 33 0.662 എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? പോയിന്റ് കഴിഞ്ഞ് കിട്ടേണ്ടി വന്നേനെ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 6.62 × 10⁻⁻34 എഴുതിയപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കറക്റ്റ് 3 അല്ല, അത് 2.9 സംതിങ് അത് കറക്റ്റ് 3 അല്ല. നിങ്ങൾ നോക്കിയാൽ തിരക്കി അറിയാം. 2.98999 സംതിങ്, അങ്ങനെ ഒരു വളരെ ക്ലോസ് ആയിട്ട് 3 ക്ലോസ് ഉള്ള വാല്യൂ. ഇങ്ങനെ × 10⁸8 ആണ് കറക്റ്റ് വാല്യൂ. ഇപ്പൊ നമ്മൾ എപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഫസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞായിരിക്കും നമ്മൾ എന്ത് ഇടുന്നത്? ഡെസിമൽ പോയിന്റ് ഇടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അത് ബൈനറിയുടെ കേസിലായാലും ഡെസിമലിന്റെ കേസിലായാലും നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റിൽ എഴുതുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എന്തിടാൻ? നമ്മുടെ മാൻഡിസയ്ക്കകത്ത് ഫസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ബിറ്റ് കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ഇടും. അതിനുശേഷം നമ്മൾ വാല്യൂ എഴുതും. എന്നിട്ട് നമ്മുടെ പവറിന് ബേസിനകത്ത് റേസ് ടു പവർ എഴുതും. ഇത് ഡെസിമൽ ആയതുകൊണ്ട് നമ്മൾ 10⁸8 എഴുതി. ഈ സെയിം സാധനം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ബൈനറിയിലായിരുന്നെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ ബേസ് സാറിന് എന്ത് വരുന്നപ്പം 2 വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെയിം നമ്മൾ നേരത്തെ പഠിച്ച 6.5 അല്ലെങ്കിൽ 10 പോയിന്റ് സാധനോ ഒക്കെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിലും റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഒരു തൽക്കാലത്തേക്ക് ഒരു ബൈനറി വാല്യൂ എഴുതുക, ഒരു 8-ബിറ്റ് ബൈനറി വാല്യൂ എഴുതുവാണ്. ക്വസ്റ്റ്യൻ ഒരു 8-ബിറ്റ് ബൈനറി വാല്യൂ എഴുതുവാണ്. ഒരു 010100110. ഓക്കെ, ഒരു 8-ബിറ്റ് ബൈനറി വാല്യൂ എഴുതി. എന്നിട്ട് ഞാൻ പറയുവാണ് എന്റെ മാൻഡിസ എന്ന് പറയുന്നത് 5 ബിറ്റും എന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3 ബിറ്റും. 3 കിടന്നോട്ടെ. എന്റെ മാൻഡിസ എന്ന് പറയുന്നത് 5 ബിറ്റും എന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3 ബിറ്റും ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യേണ്ട ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മുടെ ഏതൊരു സാധനം ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റ് ചെയ്താലും അതിന്റെ പോയിന്റ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡെസിമൽ പോയിന്റ് നമ്മൾ ഇടുന്നത് ഫസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മുടെ പോയിന്റ് എവിടെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? ഇമാജിനറി ആട്ടോ, ഇതൊക്കെ ഈ പോയിന്റ് ഇടുന്നൊക്കെ ഇമാജിനറി, ശരിക്കും റിയൽ ആയിട്ടുള്ള പോയിന്റ് ഒന്നുമല്ല. ഞാൻ പോയിന്റ് ഇട്ട് കൊടുക്കുന്നത് എവിടെയായിരിക്കും? ഫസ്റ്റ് ബിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാൻഡിസ 5 ബിറ്റും എന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3 ബിറ്റും. അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്റെ എക്സ്പോണന്റ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ റൈറ്റ് സൈഡ് LSB സൈഡിൽ നിന്ന് നോക്കുന്നത് ഈ 3 എണ്ണം. എന്റെ എക്സ്പോണന്റ് 3 ബിറ്റാന്ന് പറഞ്ഞേക്കുന്നുണ്ട്. എന്റെ എക്സ്പോണന്റ് ലാസ്റ്റിലത്തെ 3 ബിറ്റ് ഞാനിങ്ങനെ എടുത്തു, അതായത് 110. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് 2's കോംപ്ലിമെന്റ് ഫോർമുല. കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1's കോംപ്ലിമെന്റ് +1, അതാണ് 2's കോംപ്ലിമെന്റ്. ഈ ഇതിലാണ് എടുക്കുന്നത്. അതും അതുപോലെ തന്നെ സൈൻഡ് റെപ്രസെന്റേഷൻ, ഇതൊക്കെ സൈൻഡ് 2's കോംപ്ലിമെന്റ് ആണ്, സൈൻഡ് റെപ്രസെന്റേഷൻ ആണ്. സൈൻഡ് റെപ്രസെന്റേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. സൈൻഡ് റെപ്രസെന്റേഷൻ എന്തുവാ? MSB എന്ന് പറയുന്നത് സൈൻ ബിറ്റ് ആയിരിക്കും. ഏറ്റവും ലായിട്ടുള്ള MSB എന്ന് സൈൻ ബിറ്റ് ആയിരിക്കും. അതിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ വാല്യൂ 1 ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? നെഗറ്റീവ്. ഇതൊക്കെ ഞാൻ സൈൻ റെപ്രസെന്റേഷൻ ഒക്കെ പറഞ്ഞതാ. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ 3 ബിറ്റ് എന്തിനു വേണ്ടിയുള്ളതാ? നമ്മുടെ എന്തുവാ? അല്ലേ, നിങ്ങൾക്ക് 1 ആദ്യം ഇടണ്ട, 0 ഇവിടെ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. 0 ഇടട്ടെ, 0 1 0. ഓക്കെ, കുറച്ച് എളുപ്പമുണ്ട്. അപ്പൊ 1 ആണെങ്കിൽ നെഗറ്റീവും 0 ആണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്റെ എക്സ്പോണന്റ് 3 ബിറ്റ് ആണ്, 0 1 0. അപ്പൊ ഞാൻ അത് 2's കോംപ്ലിമെന്റ് ഫോർമുലാന്നും എനിക്കറിയാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിന്റെ സൈൻ ബിറ്റ് ഏതാ? ഈ 0 1 0യുടെ സൈൻ ബിറ്റ് ഏതാ? MSB. ഇങ്ങേ അറ്റത്തെ ഇതല്ലയോ സൈൻ ബിറ്റ്? ആ 0 അല്ലയോ സൈൻ ബിറ്റ്? എക്സ്പോണന്റ് 3 ബിറ്റ് 0 1 0. അതിന്റെ സൈൻ ബിറ്റ് ഏതാ? MSB ആയ 0. ആ MSBയുടെ വാല്യൂ 0 ആണെങ്കിൽ വിച്ച് മീൻസ് ആ എക്സ്പോണന്റ് എന്ന് പറയുന്നത് എന്തുവാണ്? പോസിറ്റീവ്.
അതിന് ഇപ്പൊ ഞാൻ 1 മാറ്റി 0 ആക്കി നിങ്ങൾക്ക് മനസ്സിലായി എളുപ്പമുണ്ട്. ഇൻ കേസ് അത് 1 ആയിരുന്നെങ്കിൽ അതിന്റെ മീനിങ് എന്തുവാ? എക്സ്പോണന്റ് എന്ന് പറയുന്നത് എന്തുവാണെന്നാ? നെഗറ്റീവ് ആണെന്നാ. ഇപ്പൊ 0 ആയതുകൊണ്ട് എക്സ്പോണന്റിന്റെ വാല്യൂ എന്തുവാണ്? എക്സ്പോണന്റിന്റെ വാല്യൂ എന്തുവാണ്? പോസിറ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പോസിറ്റീവ്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നമ്പർ എത്രയായിരുന്നു? 0.1010 ഇതിനകത്തായിരുന്നു നമ്മുടെ നമ്പർ. ഇതിനകത്ത് ഇത് 3 നമ്മുടെ എക്സ്പോണന്റ്, ബാക്കി നമ്മുടെ മാൻഡിസ. ഈ എക്സ്പോണന്റിനകത്തുനിന്ന് ഇത് 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഈ സാധനം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പോണന്റ് ആണെന്ന് പറഞ്ഞു. ഇനി പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പോണന്റ് വാല്യൂ എത്രയാ? ഇത് സൈൻ ബിറ്റാ. വാല്യൂ കാണിക്കുന്ന ഏതൊക്കെ ബിറ്റുകളാ? ഈ ലാസ്റ്റിൽ 2 ബിറ്റുകളാ. 10 എന്ന് പറഞ്ഞാൽ അത് ഏത് വാല്യൂവാ? 10 എന്ന് പറഞ്ഞ ഏത് വാല്യൂവാ? 10യുടെ കറസ്പോണ്ടിങ് ഡെസിമൽ 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് നമുക്ക് 0 ഉണ്ടപ്പോ മനസ്സിലായി. വാല്യൂ എത്രയാ? 2. അപ്പൊ ഞാൻ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. എന്റെ ഡെസിമൽ പോയിന്റ് 2 പൊസിഷൻസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. പ്ലസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. എത്രമാത്രം മൂവ് ചെയ്യണം എന്ന് അറിയുന്നത് വാല്യൂ അനുസരിച്ചാണ്. ഇപ്പൊ +2 ആയതുകൊണ്ട് റൈറ്റിലേക്ക് 2 പൊസിഷൻസ് ഞാൻ മൂവ് ചെയ്യണം. അതായത് ഇവിടെ കിടക്കുന്ന പോയിന്റ് 1, 2 ഈ പൊസിഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പൊ എനിക്ക് എന്താ വാല്യൂ കിട്ടും? 010.10010. ലാസ്റ്റിലത്തെ എക്സ്പോണന്റ് അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇത്രയും അവിടെ കിടന്നോട്ടെ, പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ വാല്യൂ എന്താ വരും? എന്റെ വാല്യൂ 010യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാ? 010യുടെ കറസ്പോണ്ടിങ് ബൈനറി എത്രയാ? 10യുടെ കറസ്പോണ്ടിങ് ബൈനറി തന്നെ 010. എത്ര വരും? 2. 0.100യുടെ കറസ്പോണ്ടിങ് ബൈനറി എത്രയാ? 100 അല്ല, 1 ഉള്ളൂ. ഇവിടെ നിന്ന് 0.5, 0.25, 0.125. അപ്പൊ ഇവിടെ നമുക്ക് ഏതിന്റെ സ്ഥാനത്ത് മാത്രമേ 1 ഉള്ളൂ? 0.5ന്റെ സ്ഥാനത്ത് മാത്രമല്ലേ 1 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 2.5. മനസ്സിലായോ? നമുക്ക് ഒരു എക്സാമ്പിളൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരെണ്ണം കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു നമ്പർ പറയാം. 0110111. ഓക്കെ, സെയിം തന്നെ. എന്റെ മാൻഡിസ എന്ന് പറയുന്നത് 5ഉം എന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കാം. ഞാൻ ചെയ്യേണ്ടത് എന്തുവാ? ആദ്യം എക്സ്പോണന്റിനെ ഐഡന്റിഫൈ ചെയ്യാം. ഏതാ എക്സ്പോണന്റ്? ഈ 3 അതിന്റെ സൈൻ ബിറ്റ് ഏതാ? 0, വിച്ച് മീൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. അതിന്റെ വാല്യൂ ബിറ്റുകൾ ഏതൊക്കെയാ? ഈ 2. അതിന്റെ വാല്യൂ എത്രയാ? 11. 11ന്റെ ഡെസിമൽ എത്രയാ? 11ന്റെ ഡെസിമൽ 3. അപ്പൊ എനിക്ക് എന്താ കിട്ടി? +3. അപ്പൊ യൂഷ്വൽ കേസിൽ ഞാൻ എഴുതുമ്പോ എങ്ങനെ വരുന്നേ? 011010111 ആണെങ്കിൽ ഇമാജിനറി ഡെസിമൽ പോയിന്റ് ഡിഫോൾട്ട് ആയിട്ട് എവിടെ കിടക്കുന്നേ? ഫസ്റ്റ് ബിറ്റ് കഴിഞ്ഞിട്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ്പോണന്റ് +3. അപ്പൊ ഞാൻ എത്ര പൊസിഷൻസ് എങ്ങോട്ട് മാറ്റണം? ഞാൻ മുമ്പേ പറഞ്ഞനുസരിച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ എങ്ങോട്ടാ മൂവ് ചെയ്യേണ്ടത്? ഇപ്പൊ ചെയ്തതാ. പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. എത്ര പൊസിഷൻ മൂവ് ചെയ്യണം? എത്ര പൊസിഷൻ നമ്മൾ മൂവ് ചെയ്യണം? 3. അപ്പൊ എന്താ വരും? 1, 2, 3. ഇവിടോട്ട് എന്ത് ചെയ്യണം? നമ്മൾ പോയിന്റ് മൂവ് ചെയ്യണം. അപ്പൊ എന്താ വരും? 0.110.1011. ഈ 0.1011 അത്ര 011 എന്ന് പറയുന്ന സാധനം എന്തുവാ? എന്റെ എക്സ്പോണന്റ്. അതിപ്പോ ഞാൻ നോക്കത്തില്ല. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാ? 0.110യുടെ വാല്യൂ എത്രയാ? 6. ബാക്കിയുള്ളവരുടെ മറുപടി പറയണം. ഇത് മാത്രമേ എന്ന് പറഞ്ഞാൽ പറയാം. നിങ്ങളെല്ലാം മൈക്കുള്ളവരല്ലേ? ചോദിച്ചിട്ട് മറുപടി പറഞ്ഞേ. 6. പോയിന്റ് കഴിഞ്ഞ് എന്താ വരും? 1 മാത്രമേ ഉള്ളൂ. 0.1 1 വരും. 1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു 1 മാത്രമേ ഉള്ളൂ. അതിന്റെ മീനിങ് എന്താ? അപ്പം എത്ര വരും വാല്യൂ? 0.5. അപ്പൊ എന്താ വരും? 6.5. മനസ്സിലായോ? കത്തിയോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. മനസ്സിലായോ? റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഒരു ചേഞ്ച് വരുത്തി നോക്കാം ഇതിനകത്ത്. ഇപ്പൊ നമ്മള് മറ്റേ ഇതല്ലേ പറഞ്ഞുള്ളൂ? നമ്മുടെ പോസിറ്റീവായിട്ട് വരുന്ന എക്സ്പോണന്റ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം.
0 1 0 1 1 1 0 1. ഓക്കെ, നേരത്തെ പോലെ തന്നെ എന്റെ മാൻഡിസ 5ഉം എക്സ്പോണന്റ് 3 ആണെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ഇവിടുത്തെ എക്സ്പോണന്റ് ഏതാ? ഈ മൂന്നെണ്ണം. അതിന്റെ സൈൻ എത്രയാ? സോറി, സൈൻ ബിറ്റ് എന്തുവാ? 1, വിച്ച് മീൻസ് സൈൻ ബിറ്റ് 1 ആണെങ്കിൽ അതെന്തു നമ്പറാ? നെഗറ്റീവ്. നെഗറ്റീവ് നമ്പർ. 0 1 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാ? 0 1 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാ? 0 1 അല്ലേ? അപ്പൊ പിന്നെ വാല്യൂവിനകത്ത് മാറ്റമൊന്നും വരാനില്ലല്ലോ. 0 1 വന്നാൽ 1. അപ്പൊ ഞാൻ എത്ര പൊസിഷൻസ് എങ്ങോട്ട് മാറ്റേണ്ടി വരും ഈ കേസിൽ? പോസിറ്റീവ് ആണ് റൈറ്റിലേക്കാ മൂവ് ചെയ്യേണ്ടത്. അപ്പൊ നെഗറ്റീവ് ആണ് എങ്ങോട്ട് മൂവ് ചെയ്യണം? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. എത്ര പൊസിഷൻ മൂവ് ചെയ്യണം? 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇമാജിനറി പോയിന്റ് ഇപ്പൊ കിടക്കുന്ന എവിടെയായിരുന്നു? 0.101 1101 ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നേ. അതിനെ ഞാൻ എങ്ങോട്ട് മാറ്റണം? ഇപ്പൊ റൈറ്റിലേക്കല്ല മൂവ് ചെയ്യേണ്ടത്, പകരം ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്യണം? ലെഫ്റ്റിലേക്ക്. അതർവൈസ് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഞാനൊരു എക്സ്ട്രാ സാധനം ആഡ് ചെയ്താലും പോരെ? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കിടക്കുന്ന സാധനം അങ്ങോട്ട് മാറ്റിയാലും പോരെ? പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ വരും എനിക്ക്? ഇത് ഈ പോയിന്റ് ഇങ്ങോട്ട് മാറി. ഇപ്പൊ എന്താ കിട്ടി? 0 പോയിന്റ്, ഈ 0 അപ്പുറത്തോട്ട് പോയല്ലോ. 0 1 0 1 1 1 0 1. ഈ 1 0 1 അവിടെ കിടക്കട്ടെ, നമ്മുടെ എക്സ്പോണന്റ്. ഇങ്ങനെ വന്നല്ലോ, ശരിയാണേ? കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ എന്തോ എഴുതണം? ഡെസിമൽ വാല്യൂ എഴുതാം. ഇവിടെ 0യാ, എന്തെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല, 0. ഇപ്പുറത്ത് എന്തുവാണ്? 0.5 ഒന്നുമില്ല. 0.25 വാല്യൂ ഉണ്ട്. പിന്നെ 0.0625 വാല്യൂ ഉണ്ട്. പിന്നെ വേറൊന്നും ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? 0.25 പ്ലസ് 0.0625 എന്ന് പറയുന്നത് ഏകദേശം 0.35 സംതിങ് വരും. ഇത്രോ. അപ്പൊ എന്റെ ടോട്ടൽ വാല്യൂ എത്ര വരുന്നേ? 0.35 സംതിങ് ഒരു വാല്യൂ വരും. ഞാൻ കറക്റ്റ് ആക്യുറേറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. എക്സ്പോണന്റ് എടുക്കുക, എക്സ്പോണന്റിന്റെ സൈൻ ബിറ്റ് നോക്കുക, ആ സൈൻ ബിറ്റിന്റെ അനുസരിച്ച് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ഡിറ്റർമൈൻ ചെയ്യുക, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ. അത് കഴിഞ്ഞ് വരുന്ന ബാക്കി ബിറ്റുകൾ അനുസരിച്ച് എക്സ്പോണന്റിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക, എത്ര പൊസിഷൻസ് മൂവ് ചെയ്യണം തീരുമാനിക്കുക. ഇവിടെ ഇപ്പോൾ 1 ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് 1 മൂവ് ചെയ്തു, ലെഫ്റ്റിലേക്ക് 1 മൂവ് ചെയ്തു, കുഴപ്പമില്ല. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ മൂവ് ചെയ്തപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതാ ഇവിടെയാണ് അതിന്റെ ഒരു ചെറിയൊരു എന്താ പറയുക ട്വിസ്റ്റ് വരുന്നത്. ഇപ്പൊ നമ്മുടെ വാല്യൂ വന്നിരുന്നത്, നിലവിൽ കിടന്നിരുന്നത് 0.1011 ഇങ്ങനെയാണ് നമ്മുടെ കിടന്നിരുന്നത്. ഇതിനെയാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു ബിറ്റ് മൂവ് ചെയ്തത്. ലെഫ്റ്റിലേക്ക് ഒരു ബിറ്റ് മൂവ് ചെയ്തപ്പോ നമ്മൾ എന്തോ അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേര് ബിറ്റിനെ സ്റ്റഫ് ചെയ്യുക എന്നാണ് ഇതിന് പറയുന്നത്. ബിറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുക, പാക്ക് ചെയ്യുക എന്നൊക്കെയാ പറയുന്നത്. അപ്പോ നമ്മൾ ചെയ്തത് എന്തുവാ? ഈ പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് ഞാൻ എന്തോ ആഡ് ചെയ്യുക ചെയ്തേ? ഒരു ഡിജിറ്റ് ആഡ് ചെയ്യുകയല്ലോ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സൈഡിലേക്ക് ഞാനൊരു ബിറ്റ് ആഡ് ചെയ്യുകയല്ലോ ചെയ്തേ. ഇവിടെ ഞാൻ ഏത് ബിറ്റ് ആഡ് ചെയ്തേ? 0 എന്ന് പറയുന്ന ബിറ്റല്ലയോ ആഡ് ചെയ്തേ? മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് ഞാൻ 0 എന്ന് പറയുന്ന ബിറ്റ് ആഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഞാൻ 0 ആഡ് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ 1 ആഡ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, എന്റെ എൻറ്റയർ ബൈനറി ഡിജിറ്റിന്റെ സൈൻ ബിറ്റ് ഏതാ? എക്സ്പോണന്റിന്റെ മാത്രമല്ല, മൊത്തത്തിലുള്ള എന്റെ എൻറ്റയർ സൈൻ ബിറ്റിന്റെ എൻറ്റയർ ബൈനറി വാല്യൂയുടെ ബൈനറി ഡിജിറ്റ്സിന്റെ സൈൻ ബിറ്റ് ഏതാ? ഇതല്ലേ? ആണല്ലോ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അതിന്റെ സൈൻ ബിറ്റ് ഏതാ? ഇതല്ലയോ? ആ സൈൻ ബിറ്റിന്റെ വാല്യൂ എത്രയാണ്? 0. വിച്ച് മീൻസ് എന്റെ ടോട്ടൽ, എന്റെ എൻറ്റയർ നമ്പർ എന്ന് പറയുന്ന സാധനം എന്തുമായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണ്ടേ? മനസ്സിലായോ? എന്റെ എൻറ്റയർ നമ്പർ എന്ന് പറയുന്ന സാധനം എന്തുമായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? നമ്മള് എന്തുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോ 0 ആഡ് ചെയ്തു, എന്തുകൊണ്ട് 1 ആഡ് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യനാ പറയുന്നേ. ഞാന് ഇപ്പോ നമ്മുടെ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്ന ഡിജിറ്റ് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ, ബൈനറി നമ്പർ എന്ന് പറയുന്ന സാധനത്തിന്റെ MSB അല്ലെങ്കിൽ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? 0 ആണ്. വിച്ച് മീൻസ് ആ നമ്പർ എന്തോ ആയിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ആണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്താൽ സൈൻ ബിറ്റ് എന്തുവായി മാറി? ആഡ് ചെയ്യുമ്പോൾ ഞാൻ 1 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ സൈൻ ബിറ്റ് എന്തുവായി മാറും? 1 ആയി മാറും. സൈൻ ബിറ്റ് 1 ആയി മാറിക്കഴിഞ്ഞാൽ നേരത്തെ പോസിറ്റീവ് ആയി കിടന്ന നമ്പർ ഇപ്പൊ എന്തുവാകും? നെഗറ്റീവ്. അങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക്, നമ്മുടെ എക്സ്പോണന്റ് എപ്പോഴൊക്കെല്ലാം മൈനസ് വരുമ്പോ ലെഫ്റ്റിലേക്ക് എപ്പോ മൂവ് ചെയ്യേണ്ടി വരുന്നോ,
ലെഫ്റ്റിലേക്ക് എപ്പോ മൂവ് ചെയ്യേണ്ടി വരുന്നോ ആ സമയം നമ്മൾ ഏത് ബിറ്റ് വേണം ഇവിടെ ആഡ് ചെയ്യാൻ, ഏത് ബിറ്റുകൾ ആഡ് ചെയ്ത് പാക്ക് ചെയ്യണം തീരുമാനിക്കുന്നത് നമ്മുടെ ടോട്ടൽ നമ്പറിന്റെ, നമ്മുടെ മെയിൻ നമ്പറിന്റെ സൈൻ ബിറ്റ് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആ സൈൻ ബിറ്റ് 0 ആണെങ്കിൽ നമ്മൾ എന്തോ വെച്ച് പാക്ക് ചെയ്യും, ഏത് നമ്പർ ആയിരിക്കും ആഡ് ചെയ്യുന്നത്? 0 ആഡ് ചെയ്യും. അതിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്തോ ആഡ് ചെയ്യും? 1 ആഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? 1 ആഡ് ചെയ്യുകയും ചെയ്യും, ടോട്ടൽ നമ്പറിനെ നെഗറ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യുകയും, ടോട്ടൽ നമ്പർ നെഗറ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യും. ഒരു എക്സാമ്പിളൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരെണ്ണൂടെ. ഇപ്പോ ഇതിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് നെഗറ്റീവ് വരുന്ന ചെയ്യാം. ഇപ്പോ 0 1 1 1 0 1 1 1 ടോക്കിന് എടുത്തട്ടെ. 0 1 1 0 1 1. നമ്മുടെ മാൻഡിസ എന്ന് പറയുന്നത് 5, എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3. നേരത്തെ പോലെ തന്നെ എക്സ്പോണന്റ് ഏതൊക്കെയാ? 1 1 1. സൈൻ ബിറ്റ് ഏതാ? 1, വിച്ച് മീൻസ് ഇറ്റ്സ് എ നെഗറ്റീവ്. വാല്യൂ എത്രയാ? 1 1. അതിന്റെ വാല്യൂ എത്രയാ? നിങ്ങളിവിടെ പറയിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് 3 ആണല്ലോ. അങ്ങനെ ആണെങ്കിൽ നിലവിൽ എന്റെ ഇമാജിനറി പോയിന്റ് കിടക്കുന്ന എവിടെയാ? ഇവിടെയാ. അപ്പൊ ഞാൻ ഇതിന് എന്തോ ചെയ്യണം? എങ്ങോട്ട് മൂവ് ചെയ്യണം? നെഗറ്റീവ് ആയതുകൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. എത്ര പൊസിഷൻസ് മൂവ് ചെയ്യണം? 3 പൊസിഷൻസ് ഞാൻ മൂവ് ചെയ്യാൻ അർത്ഥം എന്തുവാ? ഈ പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് 3 ബിറ്റുകൾ ആഡ് ചെയ്താൽ മതി. എന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ആയിക്കോളൂല്ലോ. ഈ പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് എത്ര ആഡ് ചെയ്താൽ മതി? 3 ബിറ്റുകൾ ആഡ് ചെയ്താൽ മതി. എന്തു ആഡ് ചെയ്യേണ്ടത് ഈ കേസിൽ? അങ്ങോട്ട് മൂവ് ചെയ്യാനാണെങ്കിലും ഞാൻ ആഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് നിങ്ങൾ നോക്കിക്കോ, ലെഫ്റ്റിലോട്ട് തന്നെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തു ആഡ് ചെയ്യണ്ട ഞാൻ? 0 ആഡ് ചെയ്യണോ 1 ആഡ് ചെയ്യണോ? ഈ കേസിൽ 0 ആഡ് ചെയ്യണം. എന്തുകൊണ്ടാ? ഇതിന്റെ മെയിൻ MSB എന്ന് പറയുന്ന സാധനം എന്തുവാണ്? 0 എന്ന് പറഞ്ഞാൽ ആ നമ്പർ പോസിറ്റീവ്. അപ്പൊ എനിക്ക് എന്ത് തന്നെ ആഡ് ചെയ്തേ പറ്റുള്ളൂ? അതിന്റെ സൈൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് തന്നെ ആഡ് ചെയ്തേ പറ്റുള്ളൂ? 0 തന്നെ ആഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടോട്ട് കുറെ 0 ഇട്ട് കൊടുത്തിട്ട് എത്ര ബിറ്റ് മൂവ് ചെയ്തു? 1 2 3. 3 പോയിന്റ് ഇപ്പുറത്തോട്ട്, 3 പോയിന്റ് ഇപ്പുറത്തോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ കിട്ടിയ വാല്യൂ എന്തുവാ? 0.000 1 1 1 0 പിന്നെ 1 1 1. ഇത് നമ്മുടെ എക്സ്പോണന്റ്. ഇതാണ് എന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇതേപോലെ നമുക്കൊരു നെഗറ്റീവ് വരുന്ന നമ്പർ നോക്കിയാലോ? ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ 1 0 1 0 0 1 1 1. നേരത്തെ പറഞ്ഞിട്ടോ 0 1 1 1. എന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3, അതിന്റെ സൈൻ ബിറ്റ് 1 ആയതുകൊണ്ട് നെഗറ്റീവ്, അതിന്റെ വാല്യൂ 1 1 ആയതുകൊണ്ട് അതിന്റെ വാല്യൂ 3. ഇപ്പൊ ഇമാജിനറി പോയിന്റ് കിടക്കുന്നത് ഇവിടെ വരെ. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എത്ര മൂവ് ചെയ്യണം? 3 പോയിന്റ് മൂവ് ചെയ്യണം. പക്ഷേ ഇവിടെ ഞാൻ ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് 0 ആണോ ആഡ് ചെയ്യേണ്ടത്? ഈ നമ്പറിന്റെ സൈൻ ബിറ്റ് 1 ആയതുകൊണ്ട് ഇത് ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് സൈൻ ഞാൻ കീപ്പ് ചെയ്യണം. നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു സൈൻ ഞാൻ കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ത് തന്നെ ആയിരിക്കണം? 0 ആഡ് ചെയ്താൽ പറ്റുമോ? 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം എന്തായി പോകും? പോസിറ്റീവ് ആയി പോകത്തില്ലേ? അത് പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ലെഫ്റ്റിലേക്ക് എന്തോ ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടോട്ട് കുറച്ച് 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് എത്ര പോയിന്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം? 3 പോയിന്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. 1 2 3. അപ്പൊ എന്താ കിട്ടി? ഈ 1 1 വേണ്ട, ഒരെണ്ണം മതി. 1.111 0 1 0 0 പിന്നെ 1 1 1. ഈ 1 1 1 നമ്മുടെ എക്സ്പോണന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? ഈ രീതിയിൽ സാധനം കിട്ടി. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനലായി കിട്ടുന്ന ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ വേണം നമ്മൾ എഴുതാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അപ്പൊ ഇങ്ങനെ വേണം എഴുതാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്തുവായി? 1 പോയിന്റ്, ഇതിന്റെ 0.5 0.25 0.125 പിന്നെന്തുവാ 65 എന്തൊരു സാധനം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ 1 ഈ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞപ്പോ എന്തുവാണ്? നെഗറ്റീവ് അല്ല. അപ്പൊ നെഗറ്റീവ് 1 പോയിന്റ് എത്രയാണോ അത്ര 0.5 അല്ലാതെ 0.8 എല്ലാം കിട്ടുമായിരിക്കും, അല്ല 0.835 അങ്ങനെല്ലാം കിട്ടുമായിരിക്കും. ഈ വാല്യൂ ആയിരിക്കും നമുക്ക് ടോട്ടലി കിട്ടുന്നത്. ഞാനിപ്പോ ആഡ് ചെയ്യുന്നില്ല, ചുമ്മാ ജസ്റ്റ് 0.5 into 0.25 into 0.125 ചുമ്മാ കൂട്ടിയത് പറഞ്ഞേ ഉള്ളൂ. 0.8 വരുമായിരിക്കും. എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഫിക്സ്ഡ് പോയിന്റ് റെപ്രസെന്റേഷനും ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനും കൺസെപ്റ്റ് മനസ്സിലായോ? ഇപ്പം ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഈ ഫിക്സ്ഡ് പോയിന്റും ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ വ്യത്യാസം? ഞാൻ വീഡിയോ ഇടാം, എങ്കിലും മനസ്സിലാകില്ലെങ്കിൽ പറയണം. കത്തിയോ? ആർക്കും സംശയമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഫിക്സ്ഡ് പോയിന്റ് ഫ്ലോട്ടിംഗ്, ഞാൻ വേറൊരു ബൂളിയനൂടെ കുറച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ 12:50 എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കിപ്പം
നിർത്താം.